ആറളത്തെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അനീഷിന്റെ കുടുംബം കഴിഞ്ഞിരുന്നത് കാട്ടാന ഭീതിയിൽ. കാട്ടാനയെ ഭയന്ന് മരിച്ച അനീഷിന്റെ കുടുംബം വീടിന്റെ ടെറസിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇന്നലെ മഴയായിരുന്നതിനാൽ വീടിനുള്ളിലാണ് കിടന്നത്. അതേസമയം അനീഷിന്റെ മരണത്തിൽ വനം വകുപ്പിനെതിരെ പ്രദേശവാസികളും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതാണ് മരിച്ച അനീഷിന്റെ വീടിന്റെ പിൻപുറം. അപ്പോൾ ഇവിടെ വെച്ചാണ്, അതായത് അനീഷ് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി അവിടെ വെച്ചാണ് ആന ആക്രമിക്കുന്നത്. അത് ഏറ്റവും സങ്കടകരമായ കാര്യം, ഇവരെല്ലാ ദിവസവും രാത്രി ആനയെ പേടിച്ച് ഈ ടെറസിന്റെ മുകളിലാണ് കഴിയുന്നത് എന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ഥിരമായി ഇങ്ങനെ ഒരു സ്റ്റെപ്പ് മരം കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എല്ലാ ദിവസവും അവർക്ക് കയറണം. നമുക്കവിടെ കാണാം അവർക്ക് കിടക്കാൻ ഒരു തുണി വിരിച്ച, ഈ ടെറസിൻ്റെ മുകളിലൊരു തുണി വിരിച്ചൊരു സ്ഥലം, അവിടെയാണ് അവർ എല്ലാ ദിവസവും രാത്രി കഴിഞ്ഞിരുന്നതെന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അപ്പോൾ ആന വന്ന സമയത്ത് അനീഷ് ഈ ഭാഗത്തേക്ക് ഓടി എത്തുകയാണ് ഉണ്ടായത്. നോക്കണം, കുട്ടികളടക്കം താമസിക്കുന്ന വീടാണ്. പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അവരൊക്കെ രാത്രി ഇതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റെപ്പിന് മുകളിൽ കയറി ആ ടെറസിലാണ് അവർ രാത്രി കഴിഞ്ഞിരുന്നത്. മഴയായിരുന്നതുകൊണ്ട് അവർക്ക് വീടിനുള്ളിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ദുരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ട്, കണ്ണൂരിൽ ആറളത്തുണ്ട് എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം ദിനംപ്രതി ആന എത്തുന്നു, ആനയെ പേടിച്ച് വീട്ടിനുള്ളിൽ കിടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ടെറസിനുള്ളിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ജനത. ഇത് അനീഷിന്റെ വീട്ടിലെ അവസ്ഥ മാത്രമല്ല, മറ്റു പല വീടുകളിലെയും അവസ്ഥ ആറളത്ത് സമാനമാണ്. തീർച്ചയായിട്ടും അതിനാണ് ശരിയായ പരിഹാരം ഉണ്ടാവേണ്ടതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആനയെ കണ്ടപ്പോൾ ആന എന്ന് പറഞ്ഞു. അപ്പം മോനും ഏച്ചിയും കൂടെ അങ്ങോട്ടേക്ക് കയറിപ്പോയി. അപ്പോൾ അനീഷേട്ടന് കയറാൻ നോക്കുമ്പോൾ അനീഷേട്ടന് കയറാൻ പറ്റിയില്ല. ആന പുറകെ വന്നുകൊണ്ട് അനീഷയുടെ ബേക്കിലേക്ക് പോയപ്പോൾ വാതിൽ തുറന്നിറങ്ങാൻ ഇങ്ങനെ തള്ളി തുറന്ന് ഇതാക്കാൻ നോക്കുമ്പോൾ തന്നെ ആന തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു. പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്ക് ഇവരുടെ ബഹളമൊക്കെ RRTക്കാർ ഈ റോട്ടിലിരുന്ന് കേൾക്കുന്നുണ്ട്, ഫോറസ്റ്റിന്റെ. അവര് ആ സമയത്ത് ഇവരൊന്ന് കയറി വരണ്ടേ? ഇത്രയും ആ പരിസരത്തുള്ള ആളുകൾ തേച്ചും പറയും, നിങ്ങളൊന്ന് കയറിപ്പോ, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷെ RRTക്കാർ ആ സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടില്ല. 500 മീറ്റർ അപ്പുറമില്ല ഞങ്ങൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ അവിടെ നിന്ന് കയറി വന്നത്. ഇപ്പോൾ എത്രമാത്രം പ്രയാസപ്പെട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറുക, പ്രത്യേകിച്ചും പ്രായമായവരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ ഇവിടെ കമ്പ് വെച്ച് തുണി വെച്ച് മറച്ച ഒരു സ്ഥലം, അവിടെയാണ് ആനയെ പേടിച്ച് ഈ കുടുംബത്തിന് കഴിയേണ്ടി വന്നത്. ഇന്നലെ മഴയായിരുന്നു, അവർ അതുകൊണ്ട് വീടിനുള്ളിൽ കഴിയുന്നതാണല്ലോ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതം. പക്ഷേ കണ്ണൂർ ജില്ലയിലെ ആറളത്ത് അങ്ങനെയല്ല, ടെറസിന് മുകളിൽ ജീവിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം എന്നൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ആറളത്ത് നിന്നും ക്യാമറമാൻ അരുൺ കിഷോറിനൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.